കുറേ നാളത്തെ ആഗ്രഹമാണ് ഗുരുവായൂർ പോകണമെന്ന്. പലതവണ പ്ലാൻ ചെയ്തു, നടന്നിട്ടില്ല. തടസ്സങ്ങളാണ്, പലവട്ടം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരു 3 വർഷം മുന്നേ പ്ലാൻ ചെയ്തതാണ്, അപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒടുവിൽ ഗുരുവായൂർ പോകാൻ ഗുരുവായൂരപ്പൻ തന്നെ തീരുമാനിക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പ്രാവശ്യം പോവാണ്. വണ്ടിയിൽ ബാഗൊക്കെ വെച്ച് എനിക്ക് 7 മണിക്കുള്ള ട്രെയിനിലാണ് പോവേണ്ടത്. അങ്ങനെ സ്റ്റേഷനിലെത്തി. ട്രെയിൻ എവിടെയാണ് എന്നൊക്കെ നോക്കി. പക്ഷേ എൻ്റെ ഈ അടുത്ത് കിടക്കുന്ന തൊട്ടടുക്കുന്ന ഇതാണ് പോകേണ്ട ട്രെയിൻ. അങ്ങനെ സീറ്റ് അന്വേഷിച്ച് പോവാണ്. എനിക്ക് സ്ലീപ്പറാണ് കുറച്ചും കൂടെ ഇഷ്ടം, പക്ഷേ സ്ലീപ്പർ കിട്ടിയില്ല. ഉള്ളതിൽ പോകണം. അങ്ങനെ ട്രെയിൻ കയറി. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഈ രാവിലെയല്ലേ, ഇപ്പം ഭയങ്കര സൗണ്ടും എല്ലാവരും ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കും, പിന്നെ സ്ലീപ്പറും അല്ല. എന്നിട്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ പുറത്ത് നല്ല മഴ. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ യാത്രയായി. ഹെഡ്സെറ്റിൽ സിനിമ പാട്ടൊന്നും വയ്ക്കാൻ തോന്നുന്നേയില്ല, ഗുരുവായൂരല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് കൃഷ്ണൻ്റെ പാട്ട് തന്നെയാണ് എനിക്ക് കേൾക്കാൻ അപ്പോൾ തോന്നിയത്. ഈ സിനിമ പാട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു വൈബ് തോന്നുന്നില്ല. അങ്ങനെ കൃഷ്ണൻ്റെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ യാത്രയായി. കാഴ്ചകളെ കണ്ടൊക്കെ ആയിരുന്നു. കുറേ ഇപ്പം ഞാൻ ട്രെയിനിൽ ഇരുന്ന് ഒരുപാട് ആലോചിച്ചു, എന്താ ഇത്രയും ലേറ്റായത്. ചിലപ്പോൾ വിധി ഇപ്പോഴായിരിക്കാം പല കാര്യത്തിലും. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു, പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്നു. ഒടുവിൽ തൃശ്ശൂരെത്തി. തൃശ്ശൂർ വെച്ചൊരു സംഭവമൊക്കെ ഉണ്ടായി. എൻ്റെ പേഴ്സ് അവിടുത്തെ ബാത്റൂമിൽ മിസ്സായി. പിന്നെ അവിടെ തന്നെ കിട്ടി, അവിടെ വെച്ച് തന്നെ കിട്ടിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തൃശ്ശൂർ ബസ് സ്റ്റേഷനിലിരുന്നു. അവിടെയും മഴ. എൻ്റെ പേഴ്സ് മിസ്സായത് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം അതിൻ്റെ പിറകെ നടന്ന സമയം കുറേ പോയി. പിന്നെ മഴ ആയതുകൊണ്ട് നല്ല ഇരുട്ടായി, കാണുമ്പോൾ തോന്നും സന്ധ്യയായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി ഗുരുവായൂർ വന്നു. ഉച്ച കഴിഞ്ഞ് എത്തിയാണ് ഞാൻ. അപ്പം തന്നെ എനിക്ക് തൊഴാനായിട്ടും കയറാനും തോന്നിയില്ല. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. നമ്മൾ സിനിമയിലും ഫോണിൽ റീൽസൊക്കെ കാണുന്ന പോലെ ആ സംഭവം നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നൊരു ഫീലുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ അമ്പലത്തിൽ ചുറ്റും ഒന്ന് കറങ്ങി വീഡിയോ എടുത്തു. പക്ഷെ ഞാൻ ഫോൺ ചരിക്കാൻ മറന്നു. റീൽസ് എടുക്കുന്ന പോലെ അങ്ങ് എടുത്തങ്ങ് പോയി. അങ്ങനെ പുറകിൽ കണ്ട ഒരു വിഗ്രഹമാണ്. ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വലുതാണ്. ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി. ദൂരെ നിന്ന് ആ ഒരു ഗോൾഡ് കണ്ടപ്പോഴേ തന്നെ ഇതെന്താ സംഭവം. അങ്ങനെ വന്നു, അതൊക്കെ കണ്ടു, അമ്പലം ചുറ്റി. പിന്നെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ കൂടെ തൊഴാനായിട്ട് വരുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പകൽ കണ്ട പോലെ അല്ല രാത്രി കുറച്ചും കൂടെ ഭംഗിയുള്ളതുപോലെ തോന്നി. ആ ഗുരുവായൂരമ്പല നടയിൽ എത്തിയതിൻ്റെ ഒരു ഫീല്, എത്രയോ നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇവിടെ വരുന്നതെന്ന്. അങ്ങനെ വന്നു. ആദ്യമായിട്ട് വന്നുകൊണ്ടായിരിക്കും ഭയങ്കര ഫീലും ഒക്കെ. വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് മതിയാവുന്നേ ഇല്ല. ഗുരുവായൂരപ്പൻ്റെ നട കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. കാര്യം ഞാൻ ഉച്ച കഴിഞ്ഞ് എത്തിയത്. ഞാൻ കുറച്ചൊന്ന് കറങ്ങിയിട്ട് റൂമിലോട്ട് പോയി കിടന്നുറങ്ങി. ക്ഷീണം, രാവിലെ ഉറങ്ങിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചും കൂടെ അടുത്തൊക്കെ പോയി. തൊഴാൻ കയറുന്നില്ല, അവിടെ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതാ ഈ ഒരു സംഭവം എത്ര ഫോണിലും എത്ര വീഡിയോസ്, എത്ര റീൽസ് കണ്ടതാ. ഈ ഗോപുരം ഓം നാരായണ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കറങ്ങി, അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ രാവിലെ നേരത്തെ വരണം, അതുകൊണ്ട്
കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ ഇത് എല്ലാം തൊഴുത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. നമ്മൾ രാവിലെ 4:30 വന്നതാണ്. ഒരു 8 മണിയായപ്പോഴാണ് അകത്ത് കയറാൻ പറ്റിയത്. അറിയാമല്ലോ, ഗുരുവായൂർ പോയവർക്ക് അറിയാൻ പറ്റും, ക്യൂ നിൽക്കണം, ഒരുപാട് നേരം നിന്നാൽ ദർശനം കിട്ടുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഒരു പാൽപ്പായസമൊക്കെ വാങ്ങി. ഈ പാൽപ്പായസം ഉണ്ടല്ലോ, മസ്റ്റ് ട്രൈ ആണ്. നല്ല ചൂട് പാൽപ്പായസം അപ്പം തന്നെ കുടിക്കണം, നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത് അപ്പം തന്നെ ചൂടോട് കൂടി കുടിക്കേണ്ടതാണ്. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതില്ലാതായിപ്പോവും. പാൽപ്പായസമാണ്. അങ്ങനെ പാൽപ്പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നെയ്പായസം വാങ്ങി. ഇത് നമ്മളെ ശബരിമലയിൽ അരവണ പായസം പോലത്തെ പാക്കറ്റാണ്. ഇത് നെയ്പായസമാണ്. ഇത് നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടുപോകാം, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. അങ്ങനത്തെ ഒരു ഇതാണ്. എത്ര നാൾ വേണമായിരിക്കും. അങ്ങനെ അതൊക്കെ വാങ്ങി അവിടെ കറങ്ങി. പിന്നെ ഇതറിയാമല്ലോ, ഈ ഒരു മരം ഒരുപാട് റീൽസും വീഡിയോസും യൂട്യൂബിലൊക്കെ വന്നതാണ്. കുറച്ച് നാൾക്ക് മുമ്പെയാണ് ഇതിൻ്റെ കൊമ്പെല്ലാം വെട്ടിക്കളഞ്ഞ് ഇതിങ്ങനെ ചെറുതായത്. അതിന് മുമ്പേ ഇത് വലിയൊരു മരമായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോൾ വരാൻ പറ്റിയില്ല. പക്ഷെ അതായിരുന്നു ഭംഗി. പക്ഷെ ഇതിലും ഭംഗിയൊക്കെ ഉണ്ട്, ഭംഗി കുറവൊന്നുമില്ല. പിന്നെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. അങ്ങനെ പോകാൻ ടൈമായി. അവിടെയൊക്കെ കറങ്ങി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. എൻ്റെയും കുറച്ച് ഫോട്ടോസും അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഈ വീഡിയോയിലും ഇടുന്നുണ്ട്. പിന്നെ ഇതാണ് നൈനിക. അങ്ങനെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പോകാൻ നേരം ഗുരുവായൂരപ്പനോട് പറയുകയാണ്, എനിക്ക് ഇനിയും വരാൻ പറ്റണം, ഇനിയും വരണം, ഇനിയും വരും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫാമിലിയായിട്ട് വരണം. കാരണം അവരും ഇതുവരെ ഗുരുവായൂർ പോയിട്ടില്ല, ഗുരുവായൂർ കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലോട്ട് പോയി.